രാവിലെ എണീറ്റ് പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതാ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കണം, പിന്നെ ലഞ്ചിനുള്ളത് റെഡിയാക്കണം. പിന്നെ നമ്മളിപ്പോൾ ഒരു ഹോം ബിസിനസ്സും കൂടെ തുടങ്ങിയിട്ടുണ്ടല്ലോ ന്യൂട്രിലഡുവിൻ്റെ. അപ്പോൾ അതും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ന്യൂട്രിലഡൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുക. പിന്നെ ഇന്നത്തെ ദിവസമാണ് പാക്ക് ചെയ്ത് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ദോശ ചുടുന്നതേ നമ്മളെ ഫ്രൈ പാനിലാണ് കേട്ടോ. സ്റ്റീലിൻ്റെ ഫ്രൈ പാൻ ഉണ്ടല്ലോ, അതിലാട്ടോ ദോശ ചുടുന്നത്. അപ്പോൾ വേറെ ദോശ പാൻ ഇല്ലായിട്ടല്ല, വെറുതെ ഒരു പിരാന്ത് അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുത്തു. പിന്നെ എനിക്ക് കറി ഞാൻ തേങ്ങ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. കുട്ടികൾക്കും ബാബുനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. പിന്നെ എന്താ ഞാൻ തലേ ദിവസത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി ചട്നിയും കൂട്ടിയിട്ടാണ് കഴിച്ചത്. നിങ്ങൾ കഴിക്കലുണ്ടോ ചട്നിയും കൂട്ടിയിട്ടൊക്കെ ചപ്പാത്തി? ഞാൻ അങ്ങനെയൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടെ അടുത്ത വീട്ടിലേക്ക് ന്യൂട്രിലോട് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അടുത്ത വീട് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ ബാബുവിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. പിന്നെ നമുക്ക് ബോട്ടിലൊക്കെ തീർന്നിട്ടുണ്ടായിനി. അപ്പോൾ ബോട്ടിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചു. അപ്പോൾ ചോറിന് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉമ്മ ഉണ്ട് കേട്ടോ അവിടെ താഴെ കിച്ചണിൻ്റെ അടുത്ത്. അപ്പോൾ ഇനി ചോറ് വെന്താൽ പിന്നെ ഉമ്മ അരിയൊക്കെ ഊറ്റി വെച്ചോളും, അല്ല ചോറൊക്കെ ഊറ്റി വെച്ചോളും. പിന്നെ ഇതാ മക്കളും ഉണ്ട് കേട്ടോ ഹെൽപ്പിന്. അങ്ങനെ മക്കൾ ബോട്ടിൽമേൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചൊക്കെ റെഡി ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്കൊക്കെ ബോട്ടിൽ ആക്കണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ ന്യൂട്രിലിടും. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. കുട്ടികളൊന്നും കഴിച്ചാൽ പിന്നെ വിടൂല. ലേഹ്യമൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികളുണ്ടാവില്ലേ, അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഇതൊരു ബോട്ടിൽ വാങ്ങിച്ചു കൊടുത്തു നോക്കൊണ്ട്. പിന്നെ കുട്ടികളെ വളർച്ച മാറാനും അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നല്ലൊരു ഊർജ്ജം കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ബ്ലഡ് കൗണ്ട് കൂടാനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ആർക്കൊക്കെ കഴിക്കാമെന്ന് ചോദിക്കാറുണ്ട്. എല്ലാവർക്കും കഴിക്കട്ടോ, വലിയവർക്കും കുട്ടികൾക്കും. ചോറ് കൊടുക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടോ. പിന്നെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇതിങ്ങനെ ഒരു പൊടിയല്ലേ, നമ്മൾ ലഡു രൂപത്തിലാക്കിയിട്ടുണ്ടെങ്കിലും അത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ തരിപ്പ് പോകാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് കുതിർത്തിയിട്ട് കൊടുക്കട്ടോ, അല്ലെങ്കിൽ ചായയിലോ അല്ലെങ്കിൽ പാലിലോ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാവും. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ്. എല്ലാ പ്രോട്ടീനും അതിൽ അടങ്ങിയിട്ടുണ്ടല്ലോ. എള്ള്, കടല, ബദാം, കാഷ്നറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, നല്ല നല്ല ഐറ്റംസുകളൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് മക്കൾക്ക് കൊടുക്കട്ടോ. എല്ലാവർക്കും കഴിക്കാം, വയസ്സായവർക്കും ചെറിയ കുട്ടികൾക്കും സുന്നത്തല്യാണം കഴിച്ചെടുക്കണ ആൺകുട്ടികൾക്കും അതേപോലെ വയസ്സറിയിക്കുന്ന പെൺകുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാം. അങ്ങനെ ബാക്കി പാക്കിങ് ഇപ്പച്ചിനെ മക്കളെ ഏൽപ്പിച്ചിട്ട് പിന്നെ ഞാൻ ചോറിന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോന്നിട്ടോ. അപ്പോൾ ഇന്ന് മത്തങ്ങ എരിശ്ശേരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ തലേ ദിവസത്തെ ബീഫ് ഉണ്ടായിനി, കുറച്ച് മോരുകറിയൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു. പിന്നെ ബാക്കിയുള്ള പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് കൊറിയർ ഓഫീസിൽ എത്തിക്കണം. അങ്ങനെ വണ്ടിയൊക്കെ വന്ന് പിന്നെ അതൊക്കെ കയറ്റിട്ടോ. പിന്നെ നമ്മളെ കയ്യിൽ ഹോം മെയ്ഡ് പിക്കിൾ ഉണ്ട് കേട്ടോ. വെളുത്തുള്ളി അച്ചാറും മീനച്ചാറും ഒക്കെ ഉണ്ട്. അതേപോലെ നമ്മളെ ന്യൂട്രിലോടൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ.